BJP എന്ന് പറയുമ്പോഴേ ഡെവലപ്മെൻറ്റാണ് അവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ വേറെ ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്യുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കുക, നമ്മുടെ നാടിനെ അടുത്തൊരു ബെറ്റർ ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് മെയിനായിട്ട് BJP ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പാർട്ടീനെ ജോയിൻ ചെയ്തതും. ഇലക്ഷനാണ് വരുന്നത്. അതെ, കേരളത്തിലെ ആൾക്കാരോട് ചേട്ടൻ്റെ പ്രേക്ഷകരോട് എന്തൊരു പറയുന്നത്? നമ്മുടെ മലയാളികൾ യൂഷ്വലി എല്ലാവരും ലിറ്ററേറ്റ് ആണ്. എല്ലാവർക്കും കോമൺ സെൻസ് ഉണ്ട്. എന്താണ് നല്ലത്, ആരാണ് നല്ലത് ചെയ്യാൻ പോകുന്നത്, ആരാണ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത്, ഇത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക, റെസ്പോൺസിബിളായിട്ട് വൈസ്ലി ചൂസ് ചെയ്യുക. ഏത് പാർട്ടി ചൂസ് ചെയ്യുന്നത് BJP തന്നെയാണ്. ഒബ്വിയസ്ലി ഞാൻ എന്തായാലും BJPനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇതിനെ തിരിച്ചുവിടാൻ വേണ്ടി, ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പല പല ഗിമിക്സ്, ഡ്രാമാസ് എല്ലാം പലരും നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ റീസെൻ്റ്ലി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി സർ വന്ന സമയത്ത് 10,800+ crore എന്നുവെച്ചാൽ 10,800+ കോടി രൂപയുടെ പ്രോജക്റ്റാണ് നമ്മുടെ കേരളത്തിന് വേണ്ടി ലോഞ്ച് ചെയ്തത്. പക്ഷെ ആ സമയത്ത് അത് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തു. സോ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി.